ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക അച്ചാർ. ഈ അച്ചാറിൽ വറുത്ത് പൊടിച്ച് വെക്കേണ്ട ചില മസാലകളുണ്ട്. ജീരകം, പെരുംജീരകം, കടുക്, ഉലുവ. നെല്ലിക്ക ഞാൻ കഴുകി വൃത്തിയാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട്. നെല്ലിക്ക അത്രയും ഹെൽത്തിയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഇതാണ് ഈ മസാലകൾ. ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് ഇതേപോലെ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. മിക്സിയിലിട്ട് തണിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചിട്ട് ഇതേപോലെ തരിച്ചിട്ട് ഇത് ബാക്കി വരുന്ന ഇത് പിന്നെയും മിക്സിയിലിട്ട് ഒന്നുകൂടി ഒന്ന് നൈസാക്കി എടുത്താൽ നമ്മളെ മസാല റെഡി. ഈ മസാല ഞാൻ അത്രയും ഇതാക്കി പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ അച്ചാറിൽ ഇങ്ങനത്തെ മസാല ഈ കേരളത്തിൽ ഇങ്ങനത്തെ മസാല ഇട്ടിട്ട് അച്ചാർ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എണ്ണ ചൂടാക്കി ജസ്റ്റ് ലേശം ഒരു മസാല ഇട്ടത് ചൂടായിട്ടുണ്ടോ എന്നൊന്ന് നോക്കി, എന്നിട്ട് വെളുത്തുള്ളി ഇതേപോലെ തന്നെ ഇടുക. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ഇടാം. പിന്നെ ഈ മസാല ഇട്ടു, ഈ പൊടിച്ച് വെച്ച മസാല ഇട്ടു. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ഇതിൽ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കായപ്പൊടി ഇതെല്ലാം കൂടി ഈ മിക്സിയിലിട്ടിട്ട് നെല്ലിക്ക ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കരിവേപ്പില ഉണ്ടെങ്കിൽ കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ നല്ലോണം അത് മിക്സാക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കുക കുറച്ച് നേരം. എന്നിട്ട് തണിഞ്ഞിട്ട് ലേശം വിനാഗിർ ഒഴിച്ചിട്ട് ഇതേപോലെ ജാറിലാക്കി വെക്കുക. നമ്മളെ നെല്ലിക്ക അച്ചാർ റെഡി. ബൈ.